നമസ്കാരം. ശ്രാമ്പിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് ജില്ലയിൽ കൂടരഞ്ഞിയിൽ താമസിക്കുന്ന ശ്രാമ്പിക്കൽ പാറക്കുടിയിലായ മറ്റത്തിൽ ജോസഫ് മാത്യുവിനെയും കുടുംബത്തെയുമാണ്. ജോസഫ് മാത്യുവിൻ്റെ ഒരു പൂർവ്വ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ, ഉള്ളനാട് മറ്റത്തിൽ നിന്നും പാറക്കുടിയിൽ ആയ ശ്രീ മിഖായേൽ, അദ്ദേഹത്തിന് 9 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ ആൺമക്കളിൽ 5ാമത്തെ ആളാണ് മേലുകാവ് മറ്റത്ത് വെള്ളാത്തൊട്ടിയിൽ താമസിച്ചിരുന്ന ശ്രീ ഔസേപ്പ്. ഔസേപ്പിൻ്റെ 10 മക്കളിൽ 5ാമത്തെ ആളാണ് MJ മാത്യു. MJ മാത്യുവിന് 7 മക്കളാണുള്ളത്. അതിൽ 2ാമത്തെ ആളാണ് ജോസഫ് മാത്യു. ജോസഫ് മാത്യുവിനെയും കുടുംബത്തെയുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമസ്കാരം. നമസ്കാരം. ജോസഫ് മാത്യു എന്നാണ് പേര്. ഒഫീഷ്യലായിട്ടുള്ള പേരാണ് ജോസഫ് മാത്യു. പക്ഷെ നാട്ടിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? നാട്ടിൽ മോൻ എന്ന പേരിലാണ്. മോൻ എന്ന പേരിലാണ് നാട്ടിൽ അറിയപ്പെടുന്നത്. എത്ര കാലമായി നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെത്തിയിട്ട്? ഇങ്ങോട്ട് ഞങ്ങൾ തറവാട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ട് 13 വർഷം. 13 വർഷമായി. ഇപ്പൊ താമസിക്കുന്ന ഈ വീട് ഉണ്ടാക്കിയിട്ട് 2 വർഷം കഴിഞ്ഞിട്ട്. 2 വർഷം ആയതേ ഉള്ളൂ. ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഇവിടെ കൊമ്മ എന്ന സ്ഥലത്ത് കൊമ്മ എന്നുള്ള ഒരു കുടഞ്ഞടുത്ത് സ്ഥലത്താണ്. തറവാട് എവിടെയായിരുന്നു? തറവാട് കുട്ടി പള്ളിയുടെയും സ്കൂളിന്റെ ഒക്കെ അടുത്ത്. കൂടരഞ്ഞി പള്ളിയുടെയും സ്കൂളിന്റെ അടുത്തായിട്ടായിരുന്നു തറവാട്. ഫാദറിന്റെ പേര് മാത്യു. MJ മാത്യു എന്നാണ് ഫാദറിന്റെ പേര്. മത്തച്ഛൻ എന്നാണ് വിളിക്കുന്നത്, അറിയപ്പെടുന്നത്. സ്കൂളിലെ അധ്യാപകനായിരുന്നു. ഏത് സ്കൂളിലെ അധ്യാപകൻ? കൂടരഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിന്റെ HM ഒക്കെ ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. ആദ്യകാലം മുതൽ ആദ്യത്തെ സ്കൂൾ ആരംഭിച്ച കാലം തൊട്ട് ഇവിടെ തന്നെയായിരുന്നു. സ്കൂൾ ആരംഭിച്ച കാലം തൊട്ട് കുടഞ്ഞി തന്നെയായിരുന്നു. അമ്മയുടെ വീട് എവിടെയായിരുന്നു? അമ്മയുടെ വീട് തിരുവാമ്പാടി. വീട്ടുപേര്? പനന്തോട്ടത്തിൽ. തിരുവാമ്പാടി പനന്തോട്ടത്തിൽ കുടുംബാംഗമാണ്. അമ്മയുടെ പേര്? അമ്മയുടെ പേര് തങ്കമ്മ എന്നാണ് അമ്മയുടെ പേര്. അതെ. അമ്മയുടെ ചാച്ചന്റെ പേര് PT വർഗീസ്. അമ്മയുടെ ചാച്ചന്റെ പേര് PT വർഗീസ് എന്നാണ്. അമ്മയുടെ പേര് ത്രേസ്യാമ്മ. ആ അമ്മയുടെ വീട് വെട്ടിക്കാട്ടിൽ. സ്ഥലം ചിറക്കടവ് വെട്ടിക്കാട്ടിൽ കുടുംബാംഗമാണ് നിങ്ങളുടെ ഗ്രാൻഡ് മദർ. ചേട്ടന്റെ വൈഫ് നമ്മുടെ ഒപ്പം ഉണ്ട്. ചേച്ചിയുടെ പേര് ബീന എന്നാണ്. ബീനയുടെ വീട് എവിടെയാണ്? എന്റെ വീട് തലയാട് എന്ന സ്ഥലത്താണ്. വീട്ടുപേര്? പെരിഞ്ചല്ലൂർ എന്നാണ് വീട്ടുപേര്. പേരൻസിന്റെ പേര്? ചാച്ചന്റെ പേര് ജോർജ്. അമ്മച്ചിയുടെ പേര് റോസമ്മ. അമ്മയുടെ വീട് എവിടെയാ? അമ്മയുടെ വീട് കൂരാച്ചുണ്ടിലാണ്. വീട്ടുപേര്? നന്ദലത്ത് വീട്ടുപേര്. നിങ്ങൾക്ക് 2 മക്കളാണ് ഉള്ളത്. അതില് ഇളയാളാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. മോന്റെ പേരെന്താണ്? എന്റെ പേര് ജോർജ്. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ MS കമ്പ്യൂട്ടർ സയൻസ് ചെയ്യാണ്. അപ്പൊ MS ചെയ്യുന്നതിന് മുമ്പ് BTech ആയിട്ടാണ് പഠിച്ചിരുന്നത്? അല്ല, BSc ആയിരുന്നു പഠിച്ചിരുന്നത്. എവിടെയാണ് BSc പഠിച്ചത്? സെന്റ് ജോസഫ് ദേവഗിരി കോളേജില്. BSc ഏതായിരുന്നു സബ്ജക്ട്? ഞാൻ BSc സുവോളജി ആയിരുന്നു. അപ്പൊ അതിന് പഠനത്തിന് ശേഷം ഇപ്പോൾ MS കമ്പ്യൂട്ടർ സയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെവിടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ജർമ്മനിയാണ്. യൂണിവേഴ്സിറ്റി ജർമ്മനിയാണ്. ഫസ്റ്റ് ഇയർ ഇപ്പൊ ഓൺലൈനിൽ ചെയ്തോണ്ടിരിക്കുന്നു. ഫസ്റ്റ് ഇയർ ഓൺലൈൻ ആയിട്ട് ഇവിടെ ഇരുന്ന് തന്നെ പഠിച്ചാൽ മതി. തുടർന്ന് ഇനി ജർമ്മനിക്ക് പോകണം. ഒക്ടോബറിൽ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനി ഉപരിപഠനം ജർമ്മനിയിലാണ്. സെക്കൻഡ് ഇയർ മുതൽ ജർമ്മനിയിലാണ് പഠനം തുടരേണ്ടത്. മോന്റെ ഒരു സഹോദരനുണ്ട്, മൂത്ത ആളാണ്. പേരെങ്ങനെയാണ്? എൽവിൻ ജോസഫ്. എവിടെയാണ് ചേട്ടൻ? ഇപ്പൊ കോയമ്പത്തൂര് റൂട്ട്സ് എന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യാം. കോയമ്പത്തൂര് റൂട്ട്സ് എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ചേട്ടൻ എന്ത് പഠിച്ചിട്ടാ പോയത്? ചേട്ടൻ ഇവിടെ പോളിടെക്നിക് മേക്കിംഗില് ഡിപ്ലോമ എടുത്ത് ഇപ്പോൾ കോയമ്പത്തൂര് റൂട്ട്സ് എന്ന കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ 2 മക്കളാണ് ഉള്ളത്. മോൻ ചേട്ടൻ, നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 7 പേര്. 7 പേരാണ് ഉണ്ടായിരുന്നത്. എത്രയാണ്? എത്ര പെണ്ണും? 4 ആണ്. 3 പെണ്ണും. അതിനകത്ത് മൂത്തതാരാണ്? മൂത്തയാള് പെങ്ങള് മോളി എന്നൊരു സഹോദരിയാണ്. സഹോദരി എവിടെ വിവാഹം ചെയ്തിരിക്കുന്നത്? അളിയന്റെ വീട് ആലപ്പുഴ എടത്വ എന്ന സ്ഥലത്താണ്. കുന്നേൽ വീട്ടുപേര്. പേര്? ജോർജ് എന്നാണ് പേര്. അവരെന്ത് ചെയ്യുന്നു? ജോർജ് പുള്ളി ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. ഒരു സ്പിന്നിംഗ് മില്ലില് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ അവിടെ നിന്ന് റിട്ടയർ ചെയ്തു. പെങ്ങള് ടീച്ചറായിരുന്നു.
റിട്ടയർ ചെയ്തു. അവർ റിട്ടയർ ചെയ്തു. രണ്ടുപേരും റിട്ടയർ ചെയ്തു. രണ്ടുപേരും റിട്ടയർമെന്റ് ചെയ്തു. അവർക്ക് എത്ര അവർക്ക് മക്കളുണ്ട്? രണ്ടുപേരും മക്കള്. 2 മക്കളാണ് ഉള്ളത്. അവരുടെ പേര് ജേക്കബ് ജോർജും മാത്യു ജോർജും. ജേക്കബ് ജോർജും മാത്യു ജോർജും. ജേക്കബ് അഗ്രികൾച്ചർ എന്ന് പറയും. പുള്ളി അഗ്രികൾച്ചർ ഓഫീസറാണ്. അഗ്രികൾച്ചർ ഓഫീസർ ആയിരുന്നു. വീടിന്റെ അടുത്ത് തന്നെ അഗ്രികൾച്ചർ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു ഇപ്പൊ. പിന്നെ രണ്ടാമത്തെ പുള്ളി മാത്യു, പുള്ളി ഗ്വാളിയർ ITM യൂണിവേഴ്സിറ്റിയിൽ ഒപ്റ്റോമെട്രി ഡിപ്പാർട്ട്മെന്റിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുക. ഇപ്പൊ അവിടെ HOD ആണ്. ഗ്വാളിയറില് ഒപ്റ്റോമെട്രി ഡിപ്പാർട്ട്മെന്റിലെ HOD ആയിട്ട് ITM യൂണിവേഴ്സിറ്റിയുടെ HOD ആയിട്ട് ഒപ്റ്റോമെട്രി ഡിപ്പാർട്ട്മെന്റിലെ HOD ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അവര് തേഞ്ഞിപ്പലത്താ താമസിക്കുന്നത് ഇപ്പം. തേഞ്ഞിപ്പലത്താണ് യൂണിവേഴ്സിറ്റി കോഴിക്കോട് തേഞ്ഞിപ്പലത്താണ് അവർ താമസിക്കുന്നത്. രണ്ടാമത്തെ രണ്ടാമത്തെ ആള് ഞാനാണ്. ചേട്ടൻ തന്നെയാണ്. രണ്ടാമത്തെ ആള് ചേട്ടന്റെ ഇളയത് ജോർജ് എവിടെയാണ് താമസിക്കുന്നത്? ചേവായൂർ. ചേവായൂർ എന്ന സ്ഥലത്താണ്. ദേവഗിരി കോളേജില് കോളേജിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ സുവോളജി HOD ആയിരുന്നു. സുവോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. ഇപ്പൊ അവിടെ തന്നെ കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ ആയിട്ട് ഇപ്പോൾ അതേ കോളേജിൽ തന്നെ റിട്ടയർമെന്റിന് ശേഷം അതെ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ എന്ന പോസ്റ്റിൽ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. ഉണ്ട്. ഭാര്യയുടെ പേര് ശാന്തി. ശാന്തിക്ക് ജോലിയാണ്. ശാന്തി ഉണ്ട്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റില് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ വീട് കുപ്പായക്കോട് എന്ന സ്ഥലത്താണ്. കപ്പ്യാരിമലയിൽ നിന്ന് വിട്ടുപേര്. കപ്പ്യാരിമലയിൽ എന്നാണ് വീട്ടുപേര്. അവർക്ക് എത്ര കുട്ടികളാണ്? അവർക്ക് 2 മക്കൾ. 2 കുട്ടികളാണുള്ളത്. അവരുടെ പേര് നമിത ജോർജ്, നികിത ജോർജ്. നമിതയുടെ കല്യാണം കഴിഞ്ഞു. പുള്ളിക്കാരത്തി ഇപ്പൊ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമിതയുടെ കല്യാണം കഴിഞ്ഞു. സുവോളജിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ആള് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ MBBS കഴിഞ്ഞപ്പോ ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ആള് MBBS കഴിഞ്ഞ് ഹൗസ് സർജൻസി തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ. അതിന് താഴെയുള്ള ആരാണ്? അതിന്റെ താഴെയുള്ള സൂസമ്മ എന്ന സഹോദരിയാണ്. സഹോദരി എവിടെ വിവാഹം ചെയ്തിരിക്കുന്നത്? സഹോദരി കല്യാണം കഴിച്ചിരിക്കുന്നത് മരഞ്ചാട്ടി എന്ന സ്ഥലത്താണ്. മരഞ്ചാട്ടി എന്ന കരിമ്പനാടിയിൽ എന്ന വീട്ടിലേക്കാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. പേര് KJ ജോസഫ്. അവര് ജോലിക്കാരാണോ? രണ്ടുപേരും ജോലിക്കാരാണ്. പുള്ളി മംഗളം പത്രത്തിന്റെ സബ് എഡിറ്റർ ആയിരുന്നു. KJ ജോസഫ് മംഗളം പത്രത്തിന്റെ സബ് എഡിറ്റർ ആയിട്ട് പെങ്ങള് ഇപ്പോഴും അവിടെ മേരിക്കുന്ന നിർമ്മല ഹോസ്പിറ്റലുണ്ട്. അവിടെ മേരിക്കുന്ന നിർമ്മല ഹോസ്പിറ്റലിലെ ലാബ് ടെക്നീഷ്യൻ ഇപ്പോഴും ജോലി തുടരുന്നുണ്ട്. അവർക്കൊരു മോന്. എത്ര മക്കളുണ്ട്? ഒരു മോനാണ്. മോന്റെ പേര് ആൾഡ്രിൻ ജോസഫ്. KSFയിൽ വർക്ക് ചെയ്യുന്നു. കല്യാണം കഴിഞ്ഞു. അതിന്റെ ഇളയ ആള് ആൻസിയാണ്. ആൻസിയുടെ വിവാഹം ചെയ്തിരിക്കുന്നത് തിരുവാമ്പാടിയിലാണ്. മണ്ണാനിക്കാട്ട്. ഭർത്താവിന്റെ പേര് സാബു. അവരെന്ത് ചെയ്യുന്നു? സാബു എയർഫോഴ്സ് റിട്ടയർ ആയതിനു ശേഷം ഇന്ത്യൻ ബാങ്കിൽ വർക്ക് ചെയ്യും. ഇപ്പോൾ എയർഫോഴ്സ് റിട്ടയർ ചെയ്തിട്ട് ഇന്ത്യൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നതാണ്. ഗ്വാളിയറിലാണ് അവര്. ആൻസി സ്കൂളിൽ അവിടെ ഗ്വാളിയറിൽ തന്നെ സ്കൂളില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് 2 മക്കൾ. 2 മക്കളാണുള്ളത്. അവരുടെ പേര് ജോർജ് തോമസും മാത്യു തോമസും. ജോർജ് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു. മാത്യു ഇപ്പൊ അമൃത യൂണിവേഴ്സിറ്റിയിൽ കൊല്ലത്ത് MSc ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഇളയത് സാബു എവിടെയാണ്? സാബു ചെന്നൈയിലാണ്. സാബു എന്ത് ചെയ്യുന്നു? സാബു അവിടെ തേജോ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിലെ കമ്പനിയില് വർക്ക് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ജോസി. ജോലി ചെയ്യുന്നുണ്ടോ? ജോലി ചെയ്യുന്നില്ല. ജോസിയുടെ വീട് എവിടെയാണ്? കോടഞ്ചേരി കീഴേത്ത് കുടുംബാംഗമാണ്. അവർക്ക് എത്ര മക്കളാണുള്ളത്? 2 പേര്. അവരുടെ പേര് ക്രിസ്റ്റി. മൂത്ത ആള് അവൻ ബാംഗ്ലൂര് ഡിഗ്രി സെക്കൻഡ് ഇയർ സൗണ്ട് എഞ്ചിനീയറിംഗ് ചെയ്യുന്നു. ബാംഗ്ലൂര് സൗണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സിൽ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ആള് ഇഷ. അവള് +2 കഴിഞ്ഞു. അങ്ങനെ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ് അവർക്കുള്ളത്. അതിന്റെ ഇളയത് ബിജു എവിടെയാണ് താമസിക്കുന്നത്? തറവാട്ടിലാണ്. കുറിഞ്ഞി പള്ളിയോട് ചേർന്നാണ് തറവാട്ടിൽ താമസിക്കുന്നത്. ബിജു എന്ത് ചെയ്യുന്നു? ബിജു KMCT എഞ്ചിനീയറിംഗ് കോളേജില് ലൈബ്രറിയിലായിട്ട് വർക്ക് ചെയ്യുകയാണ്. ബിജുവിന്റെ ഭാര്യ ഡയാന ജോലി ചെയ്യുന്നുണ്ടോ? ഡയാന +2 അധ്യാപികയാണ്. കൂടത്തായി സെന്റ് മേരീസ് സ്കൂളിലെ +2 അധ്യാപികയാണ്. അവർക്ക് 2 മക്കളാണ് ഉള്ളത്. മൂത്തത് ദിയ. അവള്
അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ സയൻസ്. അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. ബിടെക് ചെയ്യുന്നു. ബിടെക് രണ്ടാമത്തോട് ശ്രേയ, അവള് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഡയാനയുടെ വീട് വൈത്തിരിയിലാണ്. എടശ്ശേരി എന്ന വീട്ടുപേര്. എടശ്ശേരി എന്നാണ് വീട്ടുപേര്. അതെ. ഇളയ സഹോദരന്റെ കൂടെയാണോ അമ്മ ഇപ്പൊ താമസിക്കുന്നത്? അതെ. അമ്മയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ 85 വയസ്സ്. 85 വയസ്സായി. ഫാദർ മരിച്ചുപോയി. 2000-ലാണ് മരിച്ചത്. ഇപ്പൊ 24 വർഷത്തോളമായി മരിച്ചിട്ട്. ഈ കുടരഞ്ചിയിൽ തന്നെയാണ് അടക്കിയിരിക്കുന്നത്. ബീന ചേച്ചിയുടെ വീട്ടിലെ വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം. നിങ്ങൾ എത്ര മക്കളായിരുന്നു? 5 പേര്. 5 പേരാണ്. ബീന ചേച്ചി എത്രാമത്തെ ആളാണ്? ഞാൻ ഏറ്റവും മൂത്തത്. ഏറ്റവും മൂത്ത ആളാണ്. താഴെയുള്ള സഹോദരങ്ങളുടെ വിവരങ്ങൾ ഒന്ന് പറയാമോ? താഴെ ഞങ്ങള് 3 പെണ്ണും 2 ആണുങ്ങളുമാണ്. എന്റെ നേരെ ഉള്ളത് അനിയത്തിയാണ് ബിജി എന്നാണ് അനിയത്തിയുടെ പേര്. അവളെ കൊരട്ടിയാണ് കെട്ടിച്ചിരിക്കുന്നത്. വീട്ടുപേര് കോൽക്കുന്നിൽ എന്നാണ് വീട്ടുപേര്. ഭർത്താവിന്റെ പേര് ബാബു. ബാബു കോൺട്രാക്ടറാണ്. ബിജി ഹൗസ് വൈഫാണ്. അവർക്ക് 2 മക്കള്. 2 മക്കളുണ്ട്. മക്കളുടെ പേര് ജസ്വിൻ, മോള് ഐറിൻ. 2 മക്കളാണ് അവർക്കുള്ളത്. അതെ. അതിന് താഴെ എന്റെ ബ്രദറാണ് ബിനോയ്. എവിടെയാ താമസിക്കുന്നത്? ബിനോയ് താമസിക്കുന്നത് തലയാട് തന്നെ. അടുത്ത് തന്നെ. അവന് വർക്ക് ചെയ്യുന്നുണ്ട്. അവന് KTDCയില് മാനേജറായിട്ട് തേക്കടിയില് KTDCയിലെ മാനേജറാണ്. അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഭാര്യയുടെ പേര് ബിജി എന്നാണ്. ബിജിയുടെ വീട് തിരുവമ്പാടിയാണ്. ബിജി തിരുവമ്പാടി എന്ന സ്ഥലത്താണ് വീട്ടുപേര്. തറപ്പിൽ എന്നാണ് വീട്ടുപേര്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3 മക്കള്. 3 മക്കളുണ്ട്. 2 ആണും 1 പെണ്ണും. പിള്ളേര് പഠിക്കുന്നവരാണ്. അവരുടെ പേര്? മൂത്ത മോന്റെ പേര് റെനിറ്റ്. രണ്ടാമത്തത് മോളാണ് റിയ. അതിനിളയത് മോന് ടോം. അങ്ങനെ 3 മക്കളാണ് അവർക്കുള്ളത്. അതെ. അതിന്റെ ഇളയത് ബ്രദർ ബെന്നി എന്ന സഹോദരനാണ്. ബെന്നി എവിടെയാ താമസിക്കുന്നത്? ബെന്നി തലയാട് തറവാട്ടിൽ തന്നെ. തറവാട്ടിലാണ് ബെന്നി താമസിക്കുന്നത്. അവൻ മാതാപിതാക്കന്മാരുണ്ടോ? ഉണ്ട്. അമ്മച്ചിയും ചാച്ചനും ബെന്നിയുടെ കൂടെ. അതെ. തറവാട്ടിൽ തന്നെ താമസിക്കുന്നുണ്ട്. അതെ. ബെന്നി എന്ത് ചെയ്യുന്നു? ബെന്നി മാഷാണ്. കൂടത്തായി സെന്റ് മേരീസ് ഹൈസ്കൂളില് മാഷാണ്. ഭാര്യ ജിഷ. അവള് കല്ലാനോട് +2 ടീച്ചറാ. ഹയർ സെക്കൻഡറി സ്കൂളില് ടീച്ചറാണ്. അവർക്ക് 3 പെൺപിള്ളേരാ. 3 പെൺകുട്ടികളാണുള്ളത്. അവരുടെ പേര്? മേഘന മൂത്ത മോള്, മിത്ര, മേധ. 3 മക്കളാണ് അവർക്കുള്ളത്. അതിന്റെ ഇളയത് അനിയത്തി ബിൻസി. ഏറ്റവും ഇളയ ആളാണ് ബിൻസി. ബിൻസി കൊളക്കാട് എന്ന സ്ഥലത്തേക്കാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. വീട്ടുപേര്? കാരികുന്നേൽ എന്നാണ് വീട്ടുപേര്. ഭർത്താവിന്റെ പേര്? ജെയ്സൺ. അവരെന്ത് ചെയ്യുന്നു? ജെയ്സൺ കൊളക്കാട് സ്കൂളില് ലാബ് അസിസ്റ്റന്റ് ആണ്. കൊളക്കാട് സ്കൂളിലെ ലാബ് അസിസ്റ്റന്റ് ആണ്. ബിൻസി കോളയാട് സ്കൂളില് ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറിയില് ടീച്ചറാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 പെൺപിള്ളേര്. 2 പെൺകുട്ടികളാണ്. അവരുടെ പേര്? നേഹ ക്ലെയർ മൂത്ത മോള്, ഇളയത് റോസ്ലിൻഡ്. അങ്ങനെ 2 മക്കളാണ് അവർക്കുള്ളത്. ഇതാണ് ചേച്ചിയുടെ വീട്ടിലെ ഡീറ്റെയിൽസ്. ചേട്ടന് രാഷ്ട്രീയപരമായുള്ള പ്രവർത്തനം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പള്ളിയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ? പള്ളി കമ്മിറ്റിയിലും പാരിഷ് കൗൺസിൽ മെമ്പറായിരുന്നു. ഞാനും പാരിഷ് കൗൺസിൽ മെമ്പറായിരുന്നു. 2 പാരിഷ് കൗൺസിൽ മെമ്പറായിരുന്നു. നിങ്ങളുടെ ഇടവക ഏതാണ്? കൂടരഞ്ഞി പള്ളിയുടെ പാരിഷ് കൗൺസിൽ മെമ്പേഴ്സ് ആണ്. സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ? ഞാൻ മാതൃവേദിയിലുണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. പള്ളി കൊയറിലൊക്കെ പാടുമായിരുന്നു. മോനും പള്ളി കൊയറില് കീബോർഡിസ്റ്റ് ആയിരുന്നു. പള്ളി കൊയറിലെ കീബോർഡ് വായിച്ചുകൊണ്ടിരുന്നത് കുടരഞ്ഞി ഇടവകയിൽ. കലാപരമായിട്ടുള്ള ഒരു ഫാമിലിയാണ്. ചേട്ടൻ തബലിസ്റ്റ് ആയിരുന്നു. ആദ്യകാലത്ത് പള്ളി കൊയറിലുണ്ട്. അല്ലാതെ ട്രൂപ്പിന്റെ കൂടെ ഗാനമേള ട്രൂപ്പിന്റെ കൂടെ ഒക്കെ ഉണ്ടായിരുന്നു. ഏത് ട്രൂപ്പിലായിരുന്നു? മെലഡി ഓർക്കസ്ട്ര എന്ന് പറഞ്ഞ ഉണ്ടായിരുന്നു. മെലഡി ഓർക്കസ്ട്ര. ഏത്? കൂടരഞ്ഞി മെലഡി ഓർക്കസ്ട്രയില് തബലിസ്റ്റ് ആയിട്ട് ദീർഘകാലം ട്രൂപ്പിലൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പൊ നിങ്ങള് ഫാമിലി ആയിട്ട് എല്ലാവരും കലാകാരന്മാരാണ്.
സഹോദരങ്ങളും അതുപോലെ തന്നെ പാടും. എല്ലാവരും പാടുന്നവരാണ്. എല്ലാവരും സംഗീതത്തോട് താല്പര്യമുള്ളവരാണ്. സംഗീതത്തോട് വളരെ താല്പര്യമുള്ളവരാണ്. അതെ. നിങ്ങളുടെ രണ്ട് മക്കളും പാട്ടുകാരാണോ? പാടും. പാടും. ഇവനാ നന്നായി കൂടുതൽ പാടുന്നത്. കൂടുതലായിട്ട് പാടുന്നത്. ബാൻഡിലൊക്കെ പാടുന്നുണ്ട്. മ്യൂസിക് ബാൻഡിലുണ്ട്. ഏതാണ് മ്യൂസിക് ബാൻഡിന്റെ പേര്? കോഴിക്കോടുള്ളതാണ് ആത്മാത് മ്യൂസിക് ബാൻഡ് എന്ന് പറഞ്ഞിട്ട്. കോഴിക്കോട് ആത്മ മ്യൂസിക് ബാൻഡില് കീബോർഡിസ്റ്റും സിംഗറുമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അവൻ പിയാനോ പഠിച്ചായിരുന്നു. കമ്പോസിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ചാനലിന് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ സ്കോറിംഗ് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് 2 വർഷം കോമ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മരുന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലുണ്ട്. അതില് അവരുടെ ഷോർട്ട് വീഡിയോസ്, ഷോർട്ട് ഫിലിംസിന് വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 2-4 ലൈൻ പാടുന്നതിൽ കുഴപ്പമില്ല. പാടാവോ? കൺചിന്നിയോ നിഞ്ചാലകം ഏതോ നിഴൽ തുമ്പികൾ തുള്ളിയോ കാതോർക്കയായി രാവുകൾ കാറ്റായി വരും നിന്റെ കാഴ്ത്താളവും തങ്കത്തിങ്കൾ തേരേറി വർണ്ണപ്പൂവിൻ തേൻ തേടി പീലിത്തുമ്പിൽ കൈമാറും മോഹങ്ങളെ എന്നും നിന്നെ കൺകോണിൽ മിന്നും പൊന്നായി കാത്തോണം ഒന്നും മിണ്ടാതെന്തേ നീ നിൽപ്പോ മുന്നിൽ മിഴിയറിയാതെ വന്നു നീ മിഴിയോ ഞാനിൽ കനവറിയാതേതോ കിനാവു പോലെ മനമറിയാതെ പാറിയൻ മനസരസോരം പ്രണയനിലാക്കിളി ശഹാന പാടി. വളരെ മനോഹരമായിട്ട് പാടി. കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങള് മ്യൂസിക്കിൽ ഇനിയും വളരെ ഉയരങ്ങൾ താണ്ടാനുള്ള വ്യക്തിയാണ്. തീർച്ചയായിട്ടും അതിനുള്ള ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നിങ്ങളുടെ കുടുംബത്തിന്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.